ഹലോ മക്കളെ, അപ്പോൾ ഈ ഒരു വീഡിയോ ചിലപ്പോൾ എൻ്റെ കുട്ടികളെല്ലാവരും ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും. എങ്ങനെയാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഇത് രണ്ട് തരത്തിലായിരിക്കും നിങ്ങൾ ചെയ്യുന്നുണ്ടാവുക. ഒന്നുകിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വീട്ടിൽ ലാപ്ടോപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ചെയ്യാൻ അറിയുന്ന ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ഈ ഒരു വെബ്സൈറ്റിലൂടെയാണ് നിങ്ങൾ പോകേണ്ടത്. hscapkerala.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ആപ്ലിക്കേഷൻ നമ്പറും അതേപോലെ തന്നെ നമ്മൾ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പാസ്വേഡും കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് മിസ് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന ഒരാൾ നിങ്ങളുടെ കൂടെ ഉണ്ട് എങ്കിൽ മാത്രം നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്താൽ മതി എന്നാണ് മിസ്സിൻ്റെ ഒരു സജഷൻ. കാരണം എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ +1 അഡ്മിഷനെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ലപോലെ അറിയുന്ന ഒരാളുണ്ട്, ഇത് ചെയ്യാൻ അറിയുന്ന ഒരാളുണ്ട് എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അതല്ല എന്നുണ്ടെങ്കിൽ അക്ഷയ സെൻറ്ററിലോ ഇൻ്റർനെറ്റ് കഫേയിലൊക്കെ ചെയ്യാൻ അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ പല സ്കൂളുകളിലും അവരുടെ എന്താ പറയുക, കമ്പ്യൂട്ടർ ലാബിലൊക്കെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സ്കൂളുകളുടെ സഹായത്തോടെ ചെയ്യുന്നുണ്ടെങ്കിൽ അതും പ്രശ്നമില്ല. അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് എന്നാണ് മിസ്സിന് പറയാനുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പം അക്ഷയ സെൻറ്റേഴ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ആപ്ലിക്കേഷൻ ഫോം അവർ തരും. അതിനകത്ത് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, ആ കാര്യങ്ങൾ അവർ തന്നെ ചെയ്യും. എന്നിട്ട് നമ്മളോട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൺഫർമേഷനും ചെയ്ത് അവർ നമുക്ക് പ്രിൻ്റ് ഔട്ട് തരികയാണ് ചെയ്യുക. പ്രിൻ്റ് ഔട്ട് കിട്ടിയെങ്കിൽ മാത്രമേ നമ്മുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഫോം കൊടുത്തു കഴിഞ്ഞു, ഞാൻ ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു എന്ന് കരുതരുത്. ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രിൻ്റ് ഔട്ട് നമുക്ക് കിട്ടും കൺഫർമേഷൻ്റെ. അത് കിട്ടിയാൽ മാത്രമാണ് നമ്മുടെ ആപ്ലിക്കേഷൻ സെറ്റായി എന്ന് പറയാൻ പറ്റുക. കാരണം ഇത് കംപ്ലീറ്റ്ലി ഓൺലൈൻ ആയിട്ടുള്ളൊരു സെറ്റപ്പാണ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ മിസ് കാൻഡിഡേറ്റ് ലോഗിൻ കാണിച്ചു തരാം. അതിനുശേഷം ആപ്ലിക്കേഷൻ ഫോം, അക്ഷയ സെൻറ്റേഴ്സൊക്കെ തരുന്ന ആപ്ലിക്കേഷൻ ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. അതിനുശേഷം നിങ്ങൾ സെൽഫായിട്ടാണ് ഓൺലൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് 3 സെറ്റായിട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് സ്കിപ്പ് ചെയ്യാം. പക്ഷേ ഈ ഒരു പോർഷൻ എല്ലാവരും കാണണം. കാരണം ഇത് കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അത് നിങ്ങൾ അക്ഷയ സെൻറ്റേഴ്സിന് ഫോം ഫില്ല് ചെയ്ത് കൊടുത്താലും നിങ്ങൾ ഓൺലൈനായിട്ട് സെൽഫ് ചെയ്യുമ്പോഴും ഒക്കെ എന്താണ്, ഇത് നമുക്ക് അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ മക്കളെ, ഇനി എല്ലാവരും +1 പോകുന്നത്. സയൻസ് എടുക്കാനാണ് എൻ്റെ മക്കൾ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ എന്താണ് നേരത്തെ പഠിച്ചു തുടങ്ങാനും അതേപോലെ ഒരു സഹായം, ഒരു ഹെൽപ്പിംഗ് ഇല്ലാതെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും സ്റ്റാർട്ടിങ്ങിൽ പ്രത്യേകിച്ച്. അപ്പോൾ അത് നല്ല സ്മൂത്ത് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ എക്സാമിൻ്റെ അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അടിപൊളിയായിട്ട് തന്നെ പഠിക്കാം, ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ട. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ആദ്യം എടുക്കേണ്ടത് നമ്മുടെ കാൻഡിഡേറ്റ് ലോഗിൻ SWS സിംഗിൾ വിൻഡോ സിസ്റ്റമാണ് എടുക്കേണ്ടത്. അത് നമ്മുടെ hscapൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ മിസ് ഇവിടെ നിങ്ങൾക്ക് ഓരോന്നും എവിടെയാണ് കിട്ടുന്നതെന്നും കൂടെ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ hscapൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. കാൻഡിഡേറ്റ് ലോഗിൻ MRSഉം ഉണ്ട്, അതേപോലെ തന്നെ SWSഉം ഉണ്ട്. അതിൽ നമുക്ക് വേണ്ടത് SWS ആണ്, സിംഗിൾ വിൻഡോ സിസ്റ്റമാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതേപോലെയാണ് വരിക. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മിസ് കാണിച്ചു തരാം, ഓരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യണം. കാൻഡിഡേറ്റ് ലോഗിൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം വരുന്നത് ഇങ്ങനെയാണ്, ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരിക. അതിപ്പോൾ മിസ് കാണിച്ചത് ലോഗിൻ ആണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ കൊടുക്കുക. ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സെലക്ട് ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്ന സാധനം വരും. അപ്പോൾ സെലക്ട് ഡിസ്ട്രിക്റ്റിൽ ഇപ്പോൾ മിസ്സാണെന്നുണ്ടെങ്കിൽ കോഴിക്കോടല്ലേ കൊടുക്കുക, കോഴിക്കോട് കൊടുക്കുന്നു, സബ്മിറ്റ് കൊടുക്കുന്നു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഫോർമാറ്റിലേക്കാണ് നിങ്ങൾ ഇവിടെ എത്തുക. അപ്പോൾ നിങ്ങളുടെ സ്കീം ഏതാണ്, അപ്പോൾ നിങ്ങൾ SSLC ആണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കീം അറിയില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്, നമ്മുടെ പ്രോസ്പെക്ടസിലൊക്കെ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ SSLC ആണെന്നുണ്ടെങ്കിൽ SSLCയിൽ ഈ വർഷം പാസ്സായവരാണെങ്കിലാണ് ഇത് കൊടുക്കേണ്ടത്. കഴിഞ്ഞ വർഷം അതിന് മുന്നത്തെ വർഷമൊക്കെ പാസ്സായവരാണെങ്കിൽ വേറെയാണ്. അതുപോലെ തന്നെ THSLC IHRD ആണെങ്കിൽ വേറെ, CBSE ആണെങ്കിൽ 4, ICSE ആണെങ്കിൽ 5, അതേഴ്സ് ആണെങ്കിൽ 7. അപ്പോൾ നിങ്ങൾ അത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ, SSLCക്ക് ഒരു രജിസ്റ്റർ നമ്പർ ഉണ്ടായിട്ടുണ്ടാവില്ലേ, അത് അടിച്ചു കൊടുക്കുക. പിന്നെ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ ഒന്ന് കൺഫേം ചെയ്യുക. പിന്നെ നിങ്ങളുടെ പേര് ബ്ലോക്ക് ലെറ്റേഴ്സിൽ കൊടുക്കുക, ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ കൊടുക്കുക. നിങ്ങളുടെ പേര് കൺഫേം ചെയ്യുക. അതായത് നിങ്ങളുടെ SSLC മാർക്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയ സമയത്ത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവില്ലേ, അപ്പോൾ അതിലെന്താണോ കൊടുത്തിട്ടുള്ള സെയിം സാധനം തന്നെ കൊടുക്കാൻ വേണ്ടി നോക്കാം കേട്ടോ. പിന്നെ നിങ്ങളുടെ മന്ത് ഓഫ് പാസ് മാർച്ചാണ്, വർഷം 2026 ആണെങ്കിൽ അത് കൊടുക്കുക, അതിന് മുന്നേ പാസ്സായവരാണെങ്കിൽ അത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുന്നു. പിന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൺഫേം ചെയ്യുന്നു. ഇവിടെ മൊബൈൽ നമ്പർ കൊടുക്കാൻ പറയുന്നുണ്ട്. ഈ മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ മക്കളെ ഇതിലേക്കായിരിക്കും OTP വരുന്നത്. ഒരു OTP വെരിഫിക്കേഷൻ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ
എപ്പോഴും വിളിച്ചാൽ കിട്ടുന്ന ഒരു ഇപ്പോൾ അക്ഷയ സെൻറ്റേഴ്സിലൊക്കെ ആണെങ്കിൽ ഫോം ഫില്ല് ചെയ്തിട്ടായിരിക്കും കൊടുക്കണേ. അപ്പോൾ അവർ വിളിച്ച് ചോദിക്കും OTP വന്നിട്ടുണ്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ വിളിച്ചാൽ കിട്ടുന്ന SMS ഒക്കെ വരുന്ന ഒരു ആക്റ്റീവ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ തന്നെ കൊടുക്കാം. ഓക്കെ, ഇനി അടുത്തത് മൊബൈൽ നമ്പർ നമ്മൾ കൺഫേം ചെയ്യുന്നു. ആൻഡ് ആപ്ലിക്കേഷൻ സബ്മിഷൻ മോഡ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ സെൽഫായിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. അപ്പോൾ അല്ല അക്ഷയ സെൻറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഓക്കെ, ദെൻ നമ്മളുടെ ടൈപ്പ് കോഡ് ഷോഡ് ഇൻ ദ ബോക്സ്, അതായത് ഇവിടെ നിങ്ങൾക്കൊരു കോഡ് കാണിക്കും, ഒരു ക്യാപ്ചർ കാണിക്കും, അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ മിസ് ഇത് ഫില്ല് ചെയ്യാത്തത് കൊണ്ടാണ് മിസ്സിന് ഇങ്ങനെ വന്നത്. സാധാരണഗതിയിൽ നിങ്ങളത് ഫില്ല് ചെയ്യുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനങ്ങളെല്ലാം നമ്മൾ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ വരും. ഓക്കെ, ഇതാണ് കേട്ടോ നമ്മുടെ സ്കീം. ഇവിടെ തന്നെ സ്കീമുണ്ട്. SSLC ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതാ വരിക 0.1 അല്ല 0.2 ആണ് നിങ്ങളെ കഴിഞ്ഞ വർഷം എങ്ങാനുമാണ് പാസ്സായതെന്നുണ്ടെങ്കിൽ. ആൻഡ് THSLC IHRD ആണെങ്കിൽ 3 ആണ്, CBSE 4 ആണ്. പ്രത്യേകം നോട്ട് ചെയ്യുക, CBSE-കാരെ 4 ആണ്, ICSE 5, അതേഴ്സ് ആണെങ്കിൽ 7, അതേപോലെ തന്നെ THSLC ടെക് എഡ്യൂക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ 8. അപ്പോൾ ഇതിൽ ഏതാണെന്ന് വെച്ചാൽ കൊടുക്കാം. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഡിസ്ട്രിക്റ്റ്, നിങ്ങളുടെ സ്കീം ഓൾറെഡി കൊടുത്തത്, പിന്നെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, ഇയർ ഓഫ് പാസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഡീറ്റെയിൽസ് അവർ കാണിച്ചു തരും. ഇങ്ങനത്തെ ഒരു ബോക്സ് ആയിരിക്കും പിന്നെ വരിക. അപ്പോൾ നിങ്ങൾ സെൻഡ് OTP കൊടുക്കുക. നമ്മൾ മൊബൈൽ നമ്പറൊക്കെ സെറ്റ് ആണോ നോക്കുക, OTP കൊടുക്കാൻ വേണ്ടിയിട്ട് വരും. അങ്ങനെ നമ്മൾ OTP എന്ത് ചെയ്യുന്നു, ഇവിടെ അടിച്ചു കൊടുക്കാം. സബ്മിറ്റ് OTPയും കൂടി കൊടുത്തു കഴിഞ്ഞാലാണ് ദാ ഈ ഒരു സാധനം വരും. ഈ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഡീറ്റെയിൽസ് ഒക്കെ സെറ്റ് ആണോ നോക്കുക. ഇതാ നമ്മുടെ ഡിസ്ട്രിക്റ്റ്, നമ്മുടെ സ്കീം ഏതാണ്, SSLC ആണ് നിങ്ങളതെങ്കിൽ SSLC ആണ് ഇവിടെ ഉണ്ടാവുക കേട്ടോ. ഇത് ഒരു മോഡൽ കാണിക്കുന്നതാണ്. പിന്നെ നമ്മുടെ രജിസ്റ്റർ നമ്പർ, നമ്മുടെ ഇയർ ഓഫ് പാസ്, മൊബൈൽ നമ്പർ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പാസ്വേഡ് സെറ്റ് ചെയ്യണം. പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോൾ ഇവിടെ കുറച്ച് ക്യാരക്ടേഴ്സ് പറയുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് 8 ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കണം. 8 ലെറ്റേഴ്സ് ഉള്ള ഒരു പാസ്വേഡ്, ഒരു സ്ട്രോങ് പാസ്വേഡാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഒരു അപ്പർ കേസ് ക്യാരക്ടറും ഒരു ലോവർ കേസ് ക്യാരക്ടറും ഉണ്ടായിരിക്കണം. പിന്നെ നമ്പറും ഒരു സ്പെഷ്യൽ ക്യാരക്ടറും ഉണ്ടായിരിക്കണം. അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ ഇപ്പം മിസ് എന്ത് കൊടുക്കും, ഇപ്പം ഞാനിതാ അർച്ചന. ഓക്കെ, പിന്നെ നമുക്ക് എന്ത് വേണം, നമ്പറും വേണം, സ്പെഷ്യൽ ക്യാരക്ടറും കൊടുക്കണം. അപ്പോൾ @123. അപ്പോൾ എന്തായി, ഒരു അപ്പർ കേസും ലോവർ കേസും വന്നിട്ടുണ്ട്, ഒരു സ്പെഷ്യൽ ക്യാരക്ടറും വന്നിട്ടുണ്ട്, നമ്പറും വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഒരു ലോങ് പാസ്വേഡ് എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ആ പാസ്വേഡ് ഓർത്തിരിക്കണം. നിങ്ങൾ ആ പാസ്വേഡ് വെച്ചിട്ടാണ് പിന്നീട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. ഓക്കെ, അപ്പോൾ ആ പാസ്വേഡ് നിങ്ങളുടെ അച്ഛൻ്റെ നമ്പറിലേക്കോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അല്ല, നിങ്ങളുടെ എവിടെയെങ്കിലും നിങ്ങൾക്ക് സേവ് ആയത് ഇരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് അയച്ചു വെക്കാം. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും, നമ്മുടെ പാസ്വേഡ് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ നമ്പർ ജനറേറ്റ് ആയിട്ടുണ്ടാവും. ആപ്ലിക്കേഷൻ നമ്പർ ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഈ ആപ്ലിക്കേഷൻ നമ്പറാണ് നിങ്ങൾ യൂസർ നെയിം ആയിട്ട് കൊടുക്കേണ്ടത്. പിന്നെ നിങ്ങൾ ജനറേറ്റ് ചെയ്ത പാസ്വേഡ്, പിന്നെ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ്, ഈ 3 കാര്യങ്ങൾ വെച്ചിട്ടാണ് പിന്നീട് നിങ്ങൾക്ക് ഇപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് ചെക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഒക്കെ റീഅറേഞ്ച് ചെയ്യുന്ന ഇതൊക്കെ വരും, അത് ചെക്ക് ചെയ്യുക. ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഒക്കെ വന്നോ എന്നുള്ളതിനെയൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യാൻ ഈ 3 കാര്യങ്ങളാണ് വേണ്ടത്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ്, പിന്നെ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ്. അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ HS CAP എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ, ഇപ്പം മിസ് നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ, ഇവിടെ നമുക്ക് കാണാം. ഇവിടെയാണ് നിങ്ങൾ ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ ആണ് പോകേണ്ടത്. പിന്നീട് നമുക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് വന്നോ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കാൻഡിഡേറ്റ് ലോഗിൻ SWS കൊടുക്കാം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും നമ്മൾ ജനറേറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ നമ്പർ, നമ്മുടെ പാസ്വേഡ്, ഡിസ്ട്രിക്റ്റ്, ലോഗിൻ. ഓക്കെ, ഈ കാര്യങ്ങൾ വേണം. അതുകൊണ്ടാണ് മിസ് പറഞ്ഞത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കാൻഡിഡേറ്റ് ലോഗിൻ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ആ ഒരു യൂസർ നെയിം, പാസ്വേഡ് ഓർത്തിരിക്കണം. അതില്ലെങ്കിൽ പിന്നീട് നമുക്ക് എന്താണ്, നമ്മുടെ മുന്നോട്ടുള്ള കാര്യങ്ങൾ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇതോടുകൂടിയിട്ട് നിങ്ങൾ സക്സസ്ഫുള്ളി നിങ്ങളുടെ യൂസർ നെയിം രജിസ്ട്രേഷൻ കഴിഞ്ഞു, പാസ്വേഡ് രജിസ്ട്രേഷൻ കഴിഞ്ഞു, ഇത്രയും കാര്യങ്ങളായി. ഇനി ഓൺലൈനായിട്ട് ചെയ്യുമ്പം എന്തൊക്കെയാണ് വേണ്ടതെന്ന് മിസ് പറഞ്ഞുതരാം. അതേപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുമ്പോൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആദ്യം മിസ് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്ന കാര്യങ്ങളാണ് പറയണത്. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓൺലൈനായിട്ട് നിങ്ങൾ ചെയ്യുമ്പോഴുള്ള കാര്യങ്ങളും കൂടെ പറഞ്ഞുതരാം. ഓക്കെ, യെസ് മിസ് നിങ്ങൾക്ക് ടൈം ഒത്തിരി ലേറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ആപ്ലിക്കേഷൻ ഫോം ഒന്നെങ്കിൽ അക്ഷയ സെൻറ്റേഴ്സിന് കിട്ടും, അല്ലെങ്കിൽ വീണ്ടും നമ്മുടെ ഈ ഒരു HS CAPൻ്റെ വെബ്സൈറ്റിലേക്ക് വരാം. hscapkerala.gov.in എന്ന് പറയുന്ന ആ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം അപ്പൻഡിക്സ് 8 അനുബന്ധം 8 ആപ്ലിക്കേഷൻ ഫോമാണ്. അങ്ങനെ മിസ് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം. കണ്ടോ, അനുബന്ധം 8.
അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ അക്ഷയ സെൻറ്റേഴ്സിന് നിങ്ങൾക്ക് അവർ പ്രിൻ്റ് ഔട്ട് എടുത്ത് തരും. എന്നിട്ട് നമ്മൾ നേരത്തെ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ആപ്ലിക്കേഷൻ നമ്പർ കിട്ടിയില്ലേ, അത് ഓക്കെ. പിന്നെ ഇവിടെ ഓരോ കാര്യങ്ങളായിട്ട് നമ്മൾ ഫില്ല് ചെയ്യണം. നമ്മുടെ കോഡ് ആൻഡ് നെയിം ഓഫ് ക്വാളിഫയിങ് എക്സാമിനേഷൻ. അപ്പം നിങ്ങൾ SSLC ആണെന്നുണ്ടെങ്കിൽ നമ്മളെ കോഡ് എന്താ വരിക, 01 ആണ്. അതും ഈ വർഷം തന്നെ പാസ്സായിട്ടുണ്ടെങ്കിൽ. അതല്ല നിങ്ങൾ കഴിഞ്ഞ വർഷം അതിന് മുന്നത്തെ വർഷമൊക്കെ പാസ്സായവരാണെങ്കിൽ 02 ആണ് വരിക. ഇപ്പോൾ CBSEക്ക് മിസ് പറയില്ലേ 4 ആണ്, ICSE ആണെങ്കിൽ 5 ആണ്. അങ്ങനെ ആ കോഡും ഇപ്പോൾ നിങ്ങൾ SSLC ആയതുകൊണ്ട് 01 SSLC എക്സാമിനേഷൻ. പിന്നെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, നിങ്ങൾക്ക് ഒരു 6 അക്ക നമ്പറുള്ള ഒരു രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടാവുമല്ലോ, അതാണ് നിങ്ങളിവിടെ എഴുതേണ്ടത്. പിന്നെ നമ്മുടെ മന്ത് ആൻഡ് ഇയർ ഓഫ് പാസിംഗ്, നിങ്ങൾ മാർച്ച് മാസത്തിലാണ് പാസ്സായത്, ഈ വർഷമാണെന്നുണ്ടെങ്കിൽ 2026. പിന്നെ കോഡ് ആൻഡ് നെയിം ഓഫ് സ്കൂൾ ഇൻ വിച്ച് ദ ആപ്ലിക്കൻ സ്റ്റഡീഡ് ഫോർ SSLC അല്ലെങ്കിൽ അതർ ഇക്വാലന്റ് എക്സാമിനേഷൻ. അപ്പം നിങ്ങൾ ഏത് സ്കൂളിൽ നിന്നാണ് SSLC പാസ്സായത്, ആ സ്കൂളിൻ്റെ കോഡ്. അപ്പോൾ അതെവിടെയാണ് നമുക്ക് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഇവിടെ തന്നെ ഉണ്ടാകും. റെഡി, നമ്മുടെ സ്കൂളിൻ്റെ നമ്മുടെ ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ വരിക. ഇവിടെ നിങ്ങൾ സെലക്ട് ഡിസ്ട്രിക്റ്റ് കൊടുക്കാം. സെലക്ട് ഡിസ്ട്രിക്റ്റ് ആണെങ്കിൽ ഇപ്പോൾ മിസ്സാണെങ്കിൽ കോഴിക്കോടാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, അപ്പൻഡിക്സ് 7 എടുക്കാം. അപ്പോൾ അപ്പൻഡിക്സ് 7 എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളും കോഴ്സ് കോഡുകളൊക്കെ കിട്ടും. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിൻ്റെ കോഡ് ഉണ്ടാവും, അതേപോലെ തന്നെ സ്കൂളിൻ്റെ പേരും ഉണ്ടാവും. അപ്പോൾ ഇത് നോക്കിയിട്ട് ഏത് സ്കൂളിൽ നിന്നാണ് നിങ്ങളുടെ SSLC പാസ്സായത് അത് കൊടുക്കുക. ഇനി അതും അറിയില്ല എന്നാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ അക്ഷയ സെൻറ്റേഴ്സിന് അറിയുന്നുണ്ടാവും, സെൽഫാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങളെ സ്കൂൾ വിളിച്ചിട്ടൊന്ന് കൺഫേമും കൂടെ ചെയ്താൽ പണി കഴിഞ്ഞു. അപ്പം നമ്മുടെ സ്കൂളിൻ്റെ കോഡ്, ഇപ്പോൾ മിസ് പഠിച്ചത് പ്രോവിഡൻസ് ആയതുകൊണ്ട് മിസ് അതിവിടെ കൊടുത്തതാണ്. ഇനി വെദർ പാസ്ഡ് ഇൻ ബോർഡ് എക്സാമിനേഷൻ, നിങ്ങൾ പാസ്സായില്ലേ, പാസ്സായതുകൊണ്ടാണല്ലോ നമ്മൾ +1 അപ്ലൈ ചെയ്യാനുള്ള ഈ ഫോം ഫില്ല് ചെയ്യണേ. അപ്പോൾ യെസ് കൊടുക്കാം. ഇനി നെയിം ഓഫ് ആപ്ലിക്കൻ്റ് ഇൻ ബ്ലോക്ക് ലെറ്റേഴ്സ്, അതിനുശേഷം ഇനീഷ്യൽ എഴുതണം, ഇനീഷ്യൽ ഉണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ക്യാപ്സിൽ എന്ത് ചെയ്യണം, നമ്മുടെ പേര് എഴുതുന്നു. ഇനി ആധാർ നമ്പർ, നിങ്ങൾക്കൊരു 12 അക്ക ആധാർ നമ്പർ ഉണ്ട്, അത് നമ്മളിവിടെ ഫില്ല് ചെയ്യുന്നു. അതിനുശേഷം ജെൻഡർ, നിങ്ങൾ ഫീമെയിൽ ആണോ മെയിൽ ആണോ എന്ന് വെച്ചാൽ അത് ഫില്ല് ചെയ്യുക. അപ്പോൾ മിസ് ഫീമെയിൽ ആയതുകൊണ്ട് ഇവിടെ കൊടുത്തു. ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാം കാറ്റഗറി നെയിം ആൻഡ് കോഡ്. അപ്പോൾ ഈ കാറ്റഗറി ഏതാണെന്നുള്ളത് നമുക്ക് എവിടെയാണ് കിട്ടുക എന്ന് വെച്ചാൽ ഇത് നിങ്ങളുടെ പ്രോസ്പെക്ടസിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. മിസ് കാണിച്ചു തരാം. ദാ അയ്യോ ഒറ്റ മിനിറ്റ് മക്കളെ, അയ്യോടാ അല്ല വേണ്ട, നമ്മുടെ HS ക്യാപ്പിൻ്റെ വെബ്സൈറ്റിലേക്ക് തന്നെ വരിക. അവിടെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മുടെ വ്യൂ പ്രോസ്പെക്ടസ് കൊടുക്കുക. വ്യൂ പ്രോസ്പെക്ടസിൽ നിങ്ങൾ അപ്പൻഡിക്സ് 4 എടുക്കാം. ഓക്കെ, അപ്പൻഡിക്സ് 5 എടുക്കുക. അപ്പൻഡിക്സ് 5ൽ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ടാകും നിങ്ങളുടെ കാറ്റഗറി ഏതാണെന്ന്. അപ്പം മിസ് നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ ഏത് സ്കീമാണെന്ന് നോക്കിയെന്ന്. അപ്പോൾ ആ സ്കീമിൻ്റെ താഴെ തന്നെ നിങ്ങൾക്ക് എന്ത് കൊടുത്തിട്ടുണ്ടാവും, നിങ്ങളുടെ കാറ്റഗറി ഏതാണെന്ന് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ജനറൽ ആണെങ്കിൽ 01 ആണ് നിങ്ങളുടെ കോഡ്. ഇനി ഈഴവ തീയ ബില്ലവ ആണെന്നുണ്ടെങ്കിൽ 02 ആണ്. മുസ്ലിം ആണെങ്കിൽ 03, ലാറ്റിൻ കത്തോലിക് അല്ലെങ്കിൽ SIUC ആണെങ്കിൽ 04, അപ്പം OBC ക്രിസ്ത്യൻ ആണെങ്കിൽ 05, OBC ഹിന്ദു ആണെന്നുണ്ടെങ്കിൽ 06. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് SC ആണെന്നുണ്ടെങ്കിൽ 07, ST ആണെന്നുണ്ടെങ്കിൽ 08. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് മിസ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ മിസ് OBC ഹിന്ദു ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ മിസ് ഇവിടെ എന്താ എഴുതുക, നമ്മുടെ ഈ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമിൽ മിസ് ഇവിടെ എന്തെഴുതും, നമ്മുടെ കോഡും എഴുതണം. കോഡ് 06 ആണ്, OBC ഹിന്ദു. ഓക്കെ, ഇനി കാസ്റ്റ് ആൻഡ് റിലീജിയൻ, വെദർ എലിജിബിൾ ഫോർ EWS റിസർവേഷൻ. EWS റിസർവേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ നിങ്ങൾ എന്താണ് മുന്നോക്കക്കാരിൽ പിന്നോക്കക്കാരുണ്ടാവില്ല. അതായത് നിങ്ങൾ കാസ്റ്റിൽ മുന്നിലാണ്, പക്ഷേ നിങ്ങൾ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ യെസ് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നോ കൊടുക്കാം. നിങ്ങളിവിടെ യെസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എന്താണ് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടി നോക്കാം. എന്നിട്ട് നിങ്ങളുടെ കാസ്റ്റ് ആൻഡ് റിലീജിയൻ, കാസ്റ്റ് ഏതാണ്, റിലീജിയൻ മതം ഏതാണെന്ന് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് ഇതൊക്കെ കറക്റ്റായിട്ട് കൊടുക്കണേ. ഓക്കെ, പിന്നെ നമ്മുടെ അമ്മയുടെ പേര്, അച്ഛൻ്റെ പേര്, നെയിം ഓഫ് ഗാർഡിയൻ.
അതുണ്ടെങ്കിൽ അത് കൊടുക്കുക. ഇനി വെദർ ആപ്ലിക്കൻറ്റ് ബിലോങ് ടു OEC, നിങ്ങൾ OEC കാറ്റഗറിയിൽ വരുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. ഇനി വെദർ ദ ആപ്ലിക്കൻറ്റ് ബിലോങ്സ് ടു ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി, ഭാഷാ ന്യൂനപക്ഷ കാറ്റഗറിയിൽ വരുന്നവരാണെങ്കിൽ, അതായത് നിങ്ങൾ തമിഴോ വേറെ ഏതെങ്കിലും ഭാഷകളിലൊക്കെ ആ ഒരു കാറ്റഗറിക്ക് റിസർവേഷൻ ഉണ്ടാവും. അപ്പോൾ അതുണ്ടെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. യെസ് ആണെന്നുണ്ടെങ്കിൽ ഏത് ലാംഗ്വേജ് ആണെന്നുള്ളത് സ്പെസിഫൈ ചെയ്യണം. അതിനുശേഷം വെദർ ദ ആപ്ലിക്കൻറ്റ് ഇസ് ഡിഫറെൻ്റ്ലി ഏബിൾഡ് എന്ന് പറയുമ്പോൾ ഓർത്തോപീഡിക്കലി ചാലഞ്ച്ഡ് ആണെങ്കിൽ അതല്ല ബ്ലൈൻഡ്, ഡെഫ് അല്ലെങ്കിൽ മെന്റൽ റിട്ടാർഡ്നെസ് ഉണ്ടെങ്കിൽ അങ്ങനെ എന്താണോ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. ഇനി എത്ര പെർസെൻറ്റേജ് ആണ് ഡിസബിലിറ്റി എന്നുള്ളത്, 40% മുകളാണോ 40% ആണ്, അങ്ങനെ പെർസെൻറ്റേജ് ഓഫ് ഡിസബിലിറ്റി കിട്ടും, അതിൻ്റെ സർട്ടിഫിക്കറ്റിലുണ്ടാവും. അപ്പോൾ അത് നമ്മൾ കൊടുക്കുന്നു. അതിനുശേഷം അടുത്തത് പ്ലേസ് ഓഫ് റെസിഡൻസ്, കോഡ് ആൻഡ് നെയിം ഓഫ് പ്ലേസ്. ഇതും നമുക്ക് എവിടെ കിട്ടും? നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ, നമ്മുടെ hscap.kerala.gov.in കിട്ടും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ യെസ്, അപ്പോൾ അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മിസ് കാണിച്ചു തരാം. മിസ് അത് ഓൾറെഡി നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൻഡിക്സ് 6 എടുത്തു കഴിഞ്ഞാൽ മിസ് ആദ്യം HSCAPന്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കുറേ അപ്പൻഡിക്സുകൾ കാണിച്ചു തന്നില്ലേ? അതിൽ അപ്പൻഡിക്സ് 6 നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ സ്റ്റേറ്റ് നെയിം ഉണ്ടാകും, അതുപോലെ ഡിസ്ട്രിക്റ്റ് ഉണ്ടാകും. ഡിസ്ട്രിക്റ്റിനാണെങ്കിൽ കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ടാകും. അതുപോലെ താലൂക്ക് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മിസ് ആണെങ്കിൽ കോഴിക്കോട് താലൂക്കിലാണ്, അപ്പോൾ ഞാൻ 53 കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് അവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ എടുത്ത് ഫില്ല് ചെയ്യുക. അത് അപ്പൻഡിക്സ് 6 ഉള്ളത്. അപ്പോൾ മിസ് കേരള ആയതുകൊണ്ട് എന്ത് കൊടുത്തു? 01 കോഡ് കൊടുത്തു. പിന്നെ കോഴിക്കോട് ആയതുകൊണ്ട് 10 അതിൻ്റെ കോഡ് വരുന്നത്. കോഴിക്കോടാണ് താലൂക്ക് വരുന്നത്, അതുകൊണ്ട് 53 വരുന്നത്. പിന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെത് ഉണ്ടാകും, അത് കോഴിക്കോട് തന്നെ വരുന്നതുകൊണ്ട് 01. അതും നിങ്ങൾക്ക് ഇവിടെ തന്നെ കിട്ടും കേട്ടോ. അതും മിസ് ഇവിടെ എടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്. അതിന് താഴെ തന്നെ നിങ്ങൾക്ക് താലൂക്ക് കൊടുത്തിട്ടുണ്ടാവും. അപ്പം മിസ് വരുന്നത് കോഴിക്കോട് താലൂക്ക് ആയതുകൊണ്ടാണ് 1 വന്നത്. കണ്ടോ, കോഴിക്കോടിന് 1 ആണ്. അപ്പോൾ അതുകൊണ്ടാണ് മിസ് 1 കൊടുത്തത്. അപ്പോൾ നിങ്ങളുടെ താലൂക്കും ഇതൊക്കെ എവിടെ കിട്ടും? നമ്മുടെ അപ്പൻഡിക്സ് 6 കിട്ടുക. അപ്പോൾ അത് നോക്കാം. അങ്ങനെ അത് പണി കഴിഞ്ഞു. ഇനി ഇഫ് സ്റ്റേറ്റ് അതർ ദാൻ കേരള ആണെന്നുണ്ടെങ്കിൽ, കേരളത്തിലല്ല വേറെ ഏത് സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ കൊടുക്കാം. പിന്നെ കൺട്രി നമ്മൾ ഇന്ത്യ, അത് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ അഡ്രസ്സ്. ഓക്കെ, നോർമൽ ഗതിയിൽ നിങ്ങൾ SSLC ബോർഡ് എക്സാമിനേഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സ് ഇവിടെ വരേണ്ടതാണ്. ഇത് ആപ്ലിക്കേഷൻ ഫോം ആയതുകൊണ്ട് വരില്ല. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ അഡ്രസ്സ് എഴുതാം, പിൻകോഡ് എഴുതാം. ഇനി ചില ആളുകൾക്ക് പെർമനന്റ് അഡ്രസ്സ് വേറെ ആയിരിക്കും, പക്ഷേ തൽക്കാലത്തേക്ക് അവർ വേറെ വീട്ടിലായിരിക്കും താമസിക്കുന്നത്, അല്ലെങ്കിൽ പുതിയ വീടെടുത്ത് മാറിയിട്ടുണ്ടാവും, പക്ഷേ നമ്മുടെ അഡ്രസ്സ് മാറ്റിയിട്ടില്ല. നമ്മുടെ ID കാർഡിലൊക്കെ പഴയ അഡ്രസ്സ് ആണെന്നുണ്ടെങ്കിൽ പെർമനന്റ് അഡ്രസ്സ് ഉണ്ടാകും. കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ്, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പോസ്റ്റിലൊക്കെ വരേണ്ടത് വേറെ അഡ്രസ്സിലാണെന്നുണ്ടെങ്കിൽ അതാണ് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ്. ചിലപ്പോൾ എല്ലാവരുടെയും സെയിം ആണ്, പെർമനന്റ് അഡ്രസ്സ് തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ്. അതായത് നിങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഫോമോ എന്തെങ്കിലും പോസ്റ്റൊക്കെ അയക്കേണ്ടത് വേറെ അഡ്രസ്സിലേക്കാണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. സെയിം ആണെന്നുണ്ടെങ്കിൽ അത് തന്നെ എഴുതാം. ഇനി വെദർ ഗ്രേസ്, പിന്നെ നിങ്ങളുടെ ഫോൺ നമ്പർ കേട്ടോ, ഫോൺ നമ്പർ കൊടുക്കുക, ഇമെയിൽ കൊടുക്കുക. ഇമെയിൽ ഉണ്ടെങ്കിൽ കൊടുക്കുക. ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടില്ലെങ്കിൽ എന്തെങ്കിലും OTP കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇമെയിലിൽ വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഗ്രേസ് മാർക്ക് അവോർഡഡ് ആണോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഗ്രേസ് മാർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ യുവജനോത്സവത്തിലോ സ്പോർട്സിലോ ആർട്സിലൊക്കെ പങ്കെടുത്തിട്ട് ഗ്രേസ് മാർക്ക് അവോർഡഡ് ആണെങ്കിൽ യെസ്, ഇല്ലെങ്കിൽ നോ. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഗ്രേസ് മാർക്കിന് വേണ്ടിയിട്ട് യെസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അത് നിങ്ങളുടെ അലോട്ട്മെൻറ്റിനെ പോലും ബാധിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ വെദർ ദ ആപ്ലിക്കേഷൻ ഇസ് എലിജിബിൾ ഫോർ ബോണസ് പോയിന്റ്സ്, അതായത് ബോണസ് പോയിന്റ്സ് നമുക്കറിയാം, അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബോണസ് പോയിന്റുകൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോപ്പീസ് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അഡ്മിഷൻ്റെ സമയത്ത് ആ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ കാറ്റഗറി ഒക്കെ ഇതിലാണ് വരുന്നത്. അപ്പോൾ NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, സ്റ്റുഡൻറ്റ് പോലീസ്, കേഡറ്റിലൊക്കെ വരുന്നതാണെങ്കിൽ നിങ്ങൾക്ക് അത് ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക, ടിക്ക് കൊടുക്കാം. പിന്നെ ജവാൻ കിൽഡ് ഇൻ ആക്ഷൻ ആണെന്നുണ്ടെങ്കിൽ, അതായത് ഡ്യൂട്ടിയിലിരിക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട് പിതാവോ മാതാവോ എന്നുണ്ടെങ്കിൽ അവിടെ ടിക്ക് കൊടുക്കാം. ലിറ്റിൽ കൈറ്റ്സിൽ A ഗ്രേഡ് ഉണ്ടെങ്കിൽ ടിക്ക് കൊടുക്കാം. പിന്നെ എക്സ് സർവീസ് ആണ്, അച്ഛനും അമ്മയും ആരെങ്കിലും ഒക്കെ ആർമിയിലോ നേവിയിലോ എയർഫോഴ്സിലൊക്കെ റിട്ടയർ ചെയ്തവരുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ടിക്ക് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് പാർട്ടിസിപ്പേഷൻ ഇൻ സ്പോർട്സിന് പ്രത്യേകം തന്നെ ഉണ്ട് കേട്ടോ, അത് ബസ് വേറൊരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അറ്റാച്ച് കോപ്പീസ് ഓഫ് സർട്ടിഫിക്കറ്റ്സ് അതിൻ്റെ അറ്റാച്ച് ചെയ്യാനുണ്ട്. പിന്നെ സ്റ്റേറ്റ് ലെവൽ പാർട്ടിസിപ്പേഷൻ ആണെന്നുണ്ടെങ്കിൽ എത്ര ഐറ്റംസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ കൊടുക്കണം.
പിന്നെ ഡിസ്ട്രിക്ട് ലെവൽ റൈറ്റ് ദ നമ്പർ ഓഫ് ഗ്രേഡ്സ് വോൺ ഇൻ ദ റെലവൻറ്റ് ബോക്സസ്. അപ്പോൾ ഡിസ്ട്രിക്ട് ലെവൽ പാർട്ടിസിപ്പേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ഡിസ്ട്രിക്ട് ലെവലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എ ഗ്രേഡ് ഉണ്ട്, പക്ഷേ സ്റ്റേറ്റ് ലെവലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ നിങ്ങൾ അത് കൊടുക്കുക. സെക്കൻഡ് പ്ലേസ് ആണെങ്കിൽ അത് എത്ര എണ്ണത്തിന് എന്നുള്ളതാണ് ഈ ബോക്സിൽ എഴുതേണ്ടത്, നമ്പറാണ് എഴുതേണ്ടത് കേട്ടോ. റൈറ്റ് ദ നമ്പർ ഓഫ് ഗ്രേഡ് വോൺ ഇൻ ദ റെലവൻറ്റ് ബോക്സസ്. നിങ്ങൾക്ക് ഫസ്റ്റ് പ്ലേസ് കിട്ടിയിട്ടുണ്ട് പക്ഷേ സ്റ്റേറ്റ് ലെവലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല, അങ്ങനത്തെ എത്ര എണ്ണം, ഇവിടെ എത്ര എണ്ണം, അങ്ങനെ നമ്പർ എഴുതാം. ഓക്കെ, ഇനി പാർട്ടിസിപ്പേഷൻ ഇൻ കേരള സ്കൂൾ കലോത്സവം ആണെന്നുണ്ടെങ്കിൽ അതും ഇവിടെ ബോക്സുകളിൽ നമ്പർ എഴുതാം. ഓക്കെ, ഇനി വെദർ ക്വാളിഫൈഡ് ഇൻ നാഷണൽ ലെവൽ, അതായത് NMMSൽ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് യെസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കാം. ക്വാളിഫൈ അതാ NMMS ഇതാണ് കേട്ടോ, ഇത് NTSC. യെസ്, NTSC ആണെന്നുണ്ടെങ്കിൽ ഇത്, NMMS ആണെന്നുണ്ടെങ്കിൽ ഇത്, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. പിന്നെ USSൽ ക്വാളിഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ യെസ് ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നോ. പിന്നെ LSS എക്സാമിന് ക്വാളിഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ യെസ്, ഇല്ലെങ്കിൽ നോ. പിന്നെ നമ്മളുടെ ഡീറ്റെയിൽസ് ഓഫ് പാർട്ടിസിപ്പേഷൻ ഇൻ കോ കരിക്കുലർ ആക്ടിവിറ്റീസ്, അതായത് സയൻസ് ഫെയർ, മാത്സ് ഫെയർ, അങ്ങനത്തെ ഒക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഗ്രേഡ് കിട്ടിയിട്ടുണ്ടോ, എത്ര എണ്ണത്തിലാണ് എന്നുള്ളതാണ് ഈ ബോക്സിൽ നിങ്ങൾ എഴുതേണ്ടത്. റൈറ്റ് ദ നമ്പർ ഓഫ് ഗ്രേഡ്സ് വോൺ ഇൻ ദ റെലവൻറ്റ് ബോക്സസ്, എത്ര എണ്ണത്തിൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ആ ബോക്സുകളിൽ എഴുതാം. എ ഗ്രേഡ് ആണെങ്കിൽ എത്ര എണ്ണത്തിൽ എ ഗ്രേഡ്, ഇപ്പോൾ 2 എണ്ണത്തിൽ എ ഗ്രേഡ് ആണെങ്കിൽ 2 എന്ന് എഴുതാം. ഓക്കെ, ഇതിലൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതൊക്കെ നിങ്ങൾ കൊടുക്കുന്നതിനനുസരിച്ച് സർട്ടിഫിക്കറ്റും കൂടെ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ടിക്ക് ദ റെലവൻറ്റ് ബോക്സസ്, അതായത് ക്ലബ്ബുകൾ. മാക്സിമം നമുക്ക് 2 ക്ലബ്ബുകളുടെ സർട്ടിഫിക്കറ്റ് മാത്രമേ കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഏതെങ്കിലും 2 ക്ലബ്ബ്, നിങ്ങളുള്ള ക്ലബ്ബ് ഏതാണോ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട്. അപ്പോൾ അത് നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഒക്കെ സ്കൂളിൽ നിന്ന് സംഘടിപ്പിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അതില്ലെങ്കിൽ എന്തായാലും സംഘടിപ്പിക്കുക, ക്ലബ്ബല്ലേ വേണ്ടാന്ന് കരുതരുത്. കാരണം ഒരു ടൈ ബ്രേക്കിംഗ് സെഷനൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും എന്താണ് ടൈ ആണെന്നുണ്ടെങ്കിൽ, റാങ്ക് വൈസ് ടൈ വരുമ്പം ഏത് ക്ലബ്ബിലുള്ള ആൾക്കാർക്ക് മുൻഗണന കൊടുക്കാം. അപ്പോൾ അത് നോട്ട് ചെയ്യണം കേട്ടോ. പിന്നെ അടുത്തത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിലെ രാജ്യ പുരസ്കാരം അല്ലെങ്കിൽ രാഷ്ട്രപതി പുരസ്കാരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ടിക്ക് കൊടുക്കുക, ഇല്ലെങ്കിൽ ഇല്ല. നമ്പർ ഓഫ് ചാൻസസ് ടേക്കൺ ഫോർ പാസിംഗ് SSLC ഓർ ഇക്വാലന്റ് എക്സാമിനേഷൻ. നിങ്ങൾ ഫസ്റ്റ് ടൈം ആണെന്നുണ്ടെങ്കിൽ 1, 2 പ്രാവശ്യം എഴുതിയിട്ടാണ് പാസ്സായെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്പർ ഓഫ് ചാൻസസ് ഇവിടെ കൊടുക്കുക. If more than one chance, state the register number, month and year of previous year passing. അതായത് ഒന്നിലധികം പ്രാവശ്യമാണ് നിങ്ങൾ എഴുതിയിട്ടാണ് പാസ്സായതെന്നുണ്ടെങ്കിൽ ഓരോ പ്രാവശ്യത്തെയും നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, മന്ത് ഓഫ് പാസ്, ഇയർ ഓഫ് പാസ് കൊടുക്കണം. ഒരു പ്രാവശ്യമാണെന്നുണ്ടെങ്കിൽ അത് വേണ്ടി വരില്ല. ഇത് ഒന്നിലധികം ചാൻസ് എടുത്തിട്ടുണ്ടെങ്കിലാണ് ഇത് എഴുതേണ്ടത്. പിന്നെ ഗ്രേഡ്സ് ഒബ്റ്റെയിൻഡ് ഫോർ ക്വാളിഫയിങ് എക്സാമിനേഷൻ, അതായത് നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിലും കിട്ടിയിട്ടുള്ള ഗ്രേഡ് ഇവിടെ എഴുതാം. SSLC ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എഴുതണം. അതും ഈ വർഷം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മക്കളെ, 2026 പാസ്സായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാറ്റിലും A+ ആണെന്ന് കരുതാം. അപ്പോൾ A+, അങ്ങനെ എല്ലാറ്റിലും നമ്മൾ A+ എഴുതുന്നു. ഇനി നിങ്ങൾ 2026 അതിന് മുന്നത്തെ വർഷത്തിലാണ് പാസ്സായത് എന്നുണ്ടെങ്കിൽ, അതായത് മാർച്ച് 2007-ന്റെയും 2025-ന്റെയും ഇടയിലാണ് പാസ്സായിട്ടുണ്ടെങ്കിലാണ് അടുത്ത താഴെയുള്ളത് എഴുതേണ്ടത്. ഇനി അടുത്തത് CBSE ICSE ആണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് താഴെ ഒരു ബോക്സ് ഉണ്ട്, അത് ഫില്ല് ചെയ്യാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് സ്കൂൾ ആൻഡ് സബ്ജക്റ്റ് കോമ്പിനേഷനാണ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. ഓക്കെ, ഇത് എൻ്റെ മക്കൾ മാക്സിമം തെറ്റിക്കാതെ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. കാരണം ഇവിടെ നിങ്ങൾക്ക് ഏകദേശം ഒരു 50ഓളം സ്കൂളുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഫുൾ A+ ഉണ്ടെന്ന് ഒരു 5 സ്കൂളെ ഞാൻ കൊടുക്കണുള്ളൂ, എനിക്ക് ഇത്ര ഇഷ്ടമുള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കും. ഒരു കാരണവശാലും അങ്ങനെ ചെയ്ത് മിനിമം അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു 20 സ്കൂളെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സ്കൂളായിരിക്കും കിട്ടുക, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്കൂള്, നിങ്ങൾ ഏറ്റവും പോകാൻ ഇഷ്ടമുള്ള സ്കൂള് ഫസ്റ്റ് കൊടുക്കാം. അങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് വേണം ലിസ്റ്റ് എഴുതാൻ. മിസ് 20 സ്കൂള് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, 20ഉം ഇഷ്ടമുള്ള ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ ഈ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിഫറൻസ് ആണ്. നിങ്ങൾക്ക് ഏറ്റവും ആദ്യം ഏതാണോ വേണ്ടത് അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, പിന്നെ വേണ്ടത് ഇത്, പിന്നെ വേണ്ടത് ഇത്, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. കാരണം നിങ്ങൾക്കിപ്പം നിങ്ങൾ കൊടുത്ത 5ാമത്തെ സ്കൂളാണ് നിങ്ങൾക്ക് കിട്ടിയെന്ന് കരുതാം, അതിന് താഴെയുള്ള ഓപ്ഷൻസ് ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആവും. പിന്നെ നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിന് മുകളിലുള്ള ഓപ്ഷൻസ് ആയിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യാതെ എഴുതി കഴിഞ്ഞാൽ എന്താ പറ്റുക, നിങ്ങൾക്കിപ്പം ഇവിടെയുള്ള സ്കൂള് കിട്ടി, അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പം 3ാമത്തെ സ്കൂള് കിട്ടിയെന്ന് കരുതാം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കൂൾ ഇവിടെ 7ാമത്തതാണെങ്കിൽ നിങ്ങൾക്കത് പിന്നെ കിട്ടൂല. കാരണം നിങ്ങൾക്ക് കിട്ടിയതിന് താഴെയുള്ളതെല്ലാം ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആവും. അപ്പോൾ പ്രയോറിറ്റൈസ് ചെയ്ത് തന്നെ എഴുതാം.
ഓക്കെ, അപ്പോൾ അത് ഫിൽട്ടർ ചെയ്യുമ്പോഴും ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഉള്ളത് തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അവർ ആദ്യം തന്നെ ഓപ്റ്റ് ചെയ്യുക. അല്ലാണ്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സ്കൂളൊന്നും അവർ ആദ്യം തരില്ല. നിങ്ങളുടെ മാർക്ക് അനുസരിച്ച്, നിങ്ങളുടെ ഗ്രേഡ് അനുസരിച്ച്, നിങ്ങളുടെ സ്കോർ അനുസരിച്ച് നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് സ്കൂളായിരിക്കും അവർ തരിക. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്യണം. അത് എഴുതുമ്പം വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് കോമ്പിനേഷൻ കോഡാണ്. കോമ്പിനേഷൻ കോഡ് എന്ന് പറയുമ്പം നിങ്ങൾക്ക് സയൻസ് ആണെങ്കിൽ ഇതിപ്പോൾ മിസ് എല്ലാം 0-1 കൊടുക്കാൻ കാരണം, അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ ഞാൻ സയൻസ് എടുക്കുള്ളൂ, ഞാൻ വേറെ ഒരു ഓപ്ഷനും ചിന്തിക്കുക പോലും ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എല്ലാം 0-1 കൊടുത്തത്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ സയൻസ് കിട്ടിയാലും കുഴപ്പമില്ല, കൊമേഴ്സ് കിട്ടിയാലും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് വേറെ കോഡ് കൊടുക്കാം. അപ്പോൾ മിസ് കാണിച്ചു തരാം. ഇവിടെ നമുക്ക് സ്കൂൾ ലിസ്റ്റ് കിട്ടും, അനുബന്ധം 7. അപ്പം മിസ് നേരത്തെ HSCAPന്റെ വെബ്സൈറ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ? അപ്പോൾ നമ്മുടെ HSCAPന്റെ വെബ്സൈറ്റിൽ സ്കൂൾ ലിസ്റ്റും അതേപോലെ തന്നെ കോഴ്സ് ലിസ്റ്റും എല്ലാം നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ മിസ് കാണിച്ചു തരാം. ഇതാ ഇവിടെ അനുബന്ധം 7 നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ സെലക്ട് ഡിസ്ട്രിക്റ്റ് കൊടുക്കണം. ഓക്കെ, സെലക്ട് ഡിസ്ട്രിക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കോഴിക്കോടാണ്, അപ്പം മിസ്സാണെങ്കിൽ ഞാൻ കോഴിക്കോടാണ് ചൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്പൻഡിക്സ് 7 എടുക്കുന്നു. ഓക്കെ, അപ്പോൾ അപ്പൻഡിക്സ് 7 എടുത്തു കഴിഞ്ഞാൽ സ്കൂളും കോഴ്സിൻ്റെയും ഒരു PDF നിങ്ങൾക്ക് ഇതുപോലെ കിട്ടും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും സ്കൂളുകൾ, അതേപോലെ തന്നെ സ്കൂളിൻ്റെ കോഡുകളും നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, സ്കൂൾ കോഡുകളും ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ആ കോഡാണ് നിങ്ങൾ എഴുതേണ്ടത്, സ്കൂളിൻ്റെ പേരല്ല എഴുതേണ്ടത്. ഇവിടെയും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചെറിയ വ്യത്യാസങ്ങളിൽ തന്നെ നിങ്ങൾക്ക് എന്താണ്, ചിലപ്പോൾ ചില സ്കൂളുകളുടെ ഒക്കെ പേരിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പോൾ സ്കൂൾ നോക്കുമ്പോൾ ചിലപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്കിൽ തന്നെ അത് വേറെ സ്കൂളൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്യണം, സ്കൂൾ കൊടുക്കുമ്പോഴും കോമ്പിനേഷൻ കോഡ് കൊടുക്കുമ്പോഴും. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം 1, 10, 34, 39 ഒക്കെ കാണാം. ഈ 1 എന്നുള്ളത് സയൻസ് ആണ്, ആ സ്കൂളുകളിൽ സയൻസ് ഉണ്ട്. 39 കൊമേഴ്സ് ആണ്, അതുപോലെ തന്നെ 34 ഇതൊക്കെ ഹ്യൂമാനിറ്റീസ് ആണെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ അത് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മുടെ സ്കൂൾ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ HSCAPന്റെ വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതാ നിങ്ങൾക്ക് കോഴ്സ് ലിസ്റ്റ് ഉണ്ടാവും. അപ്പോൾ കോഴ്സ് ലിസ്റ്റിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഫിസിക്സ്, നമ്മുടെ ഈ വെബ്സൈറ്റിൽ തന്നെ ഉണ്ട് കേട്ടോ. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് അതാണെന്നുണ്ടെങ്കിൽ 1, അതാണ് നമ്മുടെ ബയോളജി സയൻസ്, അതാണെങ്കിൽ 1. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഹോം സയൻസ് ആണെങ്കിൽ കോഡ് ഏതാണ്, കോമ്പിനേഷൻ കോഡ് 2 ആണ്. ഫിസിക്സ്, കെമിസ്ട്രി, ഹോം സയൻസ്, മാത്സ് ആണെങ്കിൽ കോഡ് വേറെയാണ്. അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ ഇപ്പം 39 നോക്കുകയാണെങ്കിൽ കണ്ടോ, ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, കൊമേഴ്സ് ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഏതാണോ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു കോമ്പിനേഷൻ കോഡാണ് കൊടുക്കേണ്ടത്. അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ മിസ് ആ ഒരു അനുബന്ധം 7 അപ്പൻഡിക്സ് 7 എന്ന് പറഞ്ഞ PDF ഞാൻ ഡൗൺലോഡ് ചെയ്തു. എന്നിട്ട് ഞാൻ ഇങ്ങനെ നോക്കി, ഞാൻ എന്തായാലും കോഴിക്കോടുള്ള സ്കൂളുകളാണ് പ്രിഫർ ചെയ്യുക. ഓക്കെ, എന്നിട്ട് എനിക്ക് ഏതൊക്കെ സ്കൂളുകളാണ് വേണ്ടത്. അപ്പോൾ ഗവൺമെൻറ് ഗണപത് ഗേൾസ് സ്കൂൾ എനിക്ക് കുഴപ്പമില്ല, എനിക്ക് പോയി വരാൻ അടുത്താണ്. പിന്നെ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഇവിടെ പ്രത്യേകം നോക്കുക, M ആണെങ്കിൽ മിക്സഡ് ആണ്, G ആണെങ്കിൽ ഗേൾസ് ആണ്, B ആണെങ്കിൽ ബോയ്സ് ആയിരിക്കും. ഓക്കെ, പിന്നെ ഗവൺമെൻറ് HSS മെഡിക്കൽ കോളേജ് ക്യാമ്പസ്, അതും എനിക്ക് കുഴപ്പമില്ല, പോയി വരാൻ പറ്റും. പിന്നെ ബേപ്പൂർ ഹൈസ്കൂൾ എനിക്ക് പോയി വരാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഗവൺമെൻറ് ഗേൾസ് നടക്കാവ് സ്കൂൾ എനിക്ക് പോയി വരാൻ പറ്റും. റഹ്മാനിയ HSS ഫോർ ഹാൻഡിക്യാപ്ഡ് മെഡിക്കൽ, അയ്യോ അത് മാറിപ്പോയതാണ്. അതാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാറുണ്ടോ. നമ്മൾ ആദ്യം ഇത് മാർക്ക് ചെയ്ത് വെച്ചപ്പം റഹ്മാനിയ HSS ഫോർ ഹാൻഡിക്യാപ്ഡ് ആണ്. അപ്പോൾ ഞാൻ റഹ്മാനിയെ കണ്ടപ്പോൾ ഞാൻ അറിയാതെ എടുത്തു പോയതാണ്. അപ്പോൾ അങ്ങനത്തതൊക്കെ പ്രത്യേകം നോട്ട് ചെയ്യണേ മക്കളെ. റഹ്മാനിയ എന്ന് പറഞ്ഞിട്ട് വേറെ സ്കൂളും ഉണ്ട്. ഓക്കെ, അത് പ്രത്യേകം നോട്ട് ചെയ്യാം. പിന്നെ BM ഗേൾസ് ബാങ്ക് റോഡിലുള്ളത്, പിന്നെ ജാമൂറിൻസ്, പിന്നെ നമ്മുടെ സെൻറ്റ് ജോസഫ്, ഇതാണ് മിസ് പറഞ്ഞ ആ ഒരു സ്കൂൾ, എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആണെന്ന് പറഞ്ഞാൽ ആംഗ്ലോ ഇന്ത്യൻസ് സ്കൂള്. പിന്നെ രാമകൃഷ്ണ മിഷൻ, കാലിക്കറ്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂള്. പിന്നെ ഞാനിതിപ്പോൾ മിസ് മാർക്ക് ചെയ്ത് വെച്ചതാണ്. ഈ മാർക്ക് ചെയ്ത ഇതേ ഓർഡറിലല്ല ഞാൻ എഴുതാം, എനിക്ക് ഏറ്റവും പ്രയോറിറ്റി ഉള്ളതാണ് അത് എഴുതുക. അപ്പോൾ എൻ്റെ ഏറ്റവും പ്രയോറിറ്റി ഏതായിരിക്കും, ഇതാണ് എൻ്റെ നമ്പർ 1 പ്രയോറിറ്റി. അപ്പോൾ ഞാൻ 1 മാർക്ക് ചെയ്യും, സെൻറ്റ് ജോസഫ് ആംഗ്ലോ ഇന്ത്യൻ. രണ്ടാമത്തെ എൻ്റെ പ്രയോറിറ്റി പ്രോവിഡൻസ് ആണ്. അപ്പോൾ ഞാൻ ഇതായിരിക്കും രണ്ടാമതായിട്ട് എഴുതുന്നത്. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ ഫില്ല് ചെയ്യേണ്ടത്. അതും ആ സ്കൂളിൻ്റെ കോഡാണ് എഴുതേണ്ടത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ആംഗ്ലോ ഇന്ത്യൻസിൻ്റെ കോഡ് നോക്കിക്കേ. ആംഗ്ലോ ഇന്ത്യൻസിൻ്റെ കോഡ് വരുന്നത് നോക്കട്ടെ, ആംഗ്ലോ ഇന്ത്യൻസിൻ്റെ കോഡ് വരുന്നത് 146 പ്രോവിഡൻസ് ആണെന്നുണ്ടെങ്കിലോ 166. അപ്പം ഞാനിവിടെ കോഡ് എഴുതും. എനിക്ക് ആദ്യം പ്രയോറിറ്റി 146, പിന്നത്തെ പ്രയോറിറ്റി പ്രോവിഡൻസ്, അപ്പം 166. അങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് സ്കൂൾ ലിസ്റ്റ് എഴുതാം. കോമ്പിനേഷൻ ഏതാണ്. അപ്പോൾ ഞാനാണെങ്കിൽ എല്ലാം സയൻസേ ചൂസ് ചെയ്യുള്ളൂ, അതുകൊണ്ടാണ് എല്ലാം 0-1 എഴുതിയത്. അതും ചെയ്ത് പിന്നെ നമ്മുടെ എന്താണ് നെയിം ആൻഡ് സിഗ്നേച്ചർ ഓഫ് പാരൻറ്റ്, നിങ്ങളുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ ആരാ സിഗ്നേച്ചർ, ഡേറ്റ് കൊടുക്കുക. സിഗ്നേച്ചർ ഓഫ് ആപ്ലിക്കൻറ്റ്, നിങ്ങളെല്ലാം അപ്ലൈ ചെയ്യുന്നത്, അപ്പോൾ നിങ്ങളുടെ സിഗ്നേച്ചറും കൊടുത്താൽ പണി കഴിഞ്ഞു. ഇത് നിങ്ങൾ അക്ഷയ സെൻറ്ററിലാണ് കൊടുക്കുക. ഇതിൻ്റെ അർത്ഥം നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്തു എന്നല്ല.
ഇത് അക്ഷയ സെൻറ്ററുകാർ അവരുടെ ഒഴിവിനനുസരിച്ച് എത്രയും പെട്ടെന്ന് ഓൺലൈനായിട്ട് ഈ ഡീറ്റെയിൽസ് വെച്ച് അവർ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യും. ഇത് അവരെന്തെങ്കിലും ചെയ്തോളും എന്ന് പറഞ്ഞിരിക്കരുത്. പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ ഈ ഫോം കൊടുക്കുമ്പോൾ പറയുക അപ്ലൈ ചെയ്യുമ്പോൾ ഒന്ന് എന്നെ വിളിക്കണേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അക്ഷയ സെൻറ്ററിൽ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം നിങ്ങൾക്ക് അവരെല്ലാം ഡീറ്റെയിൽസും ഫില്ല് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവർ ചിലപ്പോൾ ഫില്ല് ചെയ്യുമ്പോഴും മനുഷ്യന്മാരല്ലേ, ചിലപ്പോൾ തെറ്റുകൾ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫില്ല് ചെയ്ത് നിങ്ങൾ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫില്ല് ചെയ്തതിന് ശേഷം ആ മോണിറ്റർ ഒന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്തിട്ട് ഫൈനൽ സബ്മിഷൻ കൊടുത്താൽ മതി. ഫൈനൽ സബ്മിഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിനർത്ഥം നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്തു. ഓക്കെ, ഇനി അതല്ല നിങ്ങൾ ഓൺലൈനായിട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും കൂടെ മിസ് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ എവിടെ വരെ ചെയ്തിട്ടുണ്ടായിരുന്നു? കാൻഡിഡേറ്റ് ലോഗിൻ മിസ് കാണിച്ചു തന്നില്ലേ? അപ്പോൾ കാൻഡിഡേറ്റ് ലോഗിൻ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു അല്ലേ? അതിനുശേഷം നിങ്ങൾ ഓൺലൈനായിട്ട് ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യൂസർ നെയിം അടിക്കുന്നു, പാസ്വേഡ് അടിക്കുന്നു, ഡിസ്ട്രിക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതാ ഇങ്ങനൊരു സാധനം വരും. അപ്പം അപ്ലൈ ഓൺലൈൻ കൊടുക്കാം. അങ്ങനെ അപ്ലൈ ഓൺലൈൻ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഒരു ഹോം പേജ് വരാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം കാണിക്കും. പിന്നെ ഇവിടെ സെലക്ട് സ്കൂൾ ഇൻ വിച്ച് ദ കാൻഡിഡേറ്റ് പാസ്ഡ്, നിങ്ങൾ ഏത് സ്കൂളിൽ നിന്നാണ് നിങ്ങളുടെ പാസ്സായത്. ഇതൊരു മോഡലാണേ. മോഡൽ എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു മാതൃകയ്ക്ക് വേണ്ടി കൊടുത്തതാണ്, ഇത് കറക്റ്റ് ഇൻഫർമേഷൻ അല്ല. അപ്പോൾ നിങ്ങൾ ഏത് സ്കൂളിൽ നിന്നാണോ പാസ്സായത് അതിൻ്റെ കോഡും ആ സ്കൂളിൻ്റെ പേരും ടൈപ്പ് ചെയ്യാം. പിന്നെ ക്വാളിഫയിങ് എക്സാമിനേഷൻ ഇവിടെ 1 എന്ന് കൊടുത്തത് SSLCയിൽ ഈ വർഷം പാസ്സായതുകൊണ്ടാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ കൊടുക്കുക. രജിസ്റ്റർ നമ്പർ, മന്ത് ഓഫ് പാസ് മാർച്ചാണ്, ഏത് വർഷം 2026. പാസ്ഡ് ഇൻ ബോർഡ് എക്സാം, യെസ്. നമ്പർ ഓഫ് ചാൻസ് ഒരൊറ്റ തവണ കൊണ്ട് തന്നെ പാസ്സായതാണെങ്കിൽ 1, ഒന്നിലധികം തവണകൾ എടുത്തിട്ടുണ്ടെങ്കിൽ 2, 3 അതിനനുസരിച്ച് കൊടുക്കാം. ഇനി പിന്നെ നിങ്ങളുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ്. ഓക്കെ, നിങ്ങൾ SSLC ബോർഡ് എക്സാമിനേഷനിൽ വന്നവരാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് ഫില്ലായിട്ട് വരും. അതല്ല CBSE ICSE ഒക്കെയാണ് വരുന്നതെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ പേര്, നമ്മുടെ ജെൻഡർ, കാസ്റ്റ്, കാറ്റഗറി ഇതൊക്കെ ഇവിടെ വന്നിട്ടുണ്ടാവും. റിലീജിയൻ, ഡേറ്റ് ഓഫ് ബർത്ത്, ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, ഗാർഡിയൻസ് നെയിം, പിന്നെ നിങ്ങളുടെ ആധാർ നമ്പർ. ഓക്കെ, പിന്നെ വെദർ ബിലോങ്സ് ടു ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. ലാംഗ്വേജ് പ്രിഫറൻസ് ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ. ഏത് ലാംഗ്വേജ് ആണെന്ന് കൊടുക്കാം. ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആണെങ്കിൽ യെസ് കൊടുക്കാം. അത് ഏത് കാറ്റഗറി, ഓർത്തോപീഡിക്കലി ഹാൻഡിക്യാപ്ഡ് ആണോ, ബ്ലൈൻഡ് ആണോ, ഡെഫ് ആണോ, മെൻ്റലി റിട്ടാർഡഡ് ആണോ, എത്ര പെർസെൻറ്റേജ് ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ക്രോസ് മാർക്ക് ഇടാം. ദെൻ റെസിഡൻറ്റ് സ്റ്റേറ്റ്, കേരളത്തിൽ തന്നെയാണോ, ഇനി റെസിഡൻറ്റ് ഡിസ്ട്രിക്ട് ഏതാണോ അതിൻ്റെ താലൂക്ക് മിസ് ഒരു PDF കാണിച്ചു തന്നില്ലേ, ആ PDF അനുസരിച്ച് ഫില്ല് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഡീറ്റെയിൽസ്, പെർമനൻ്റ് അഡ്രസ്സ് ഇവിടെ കൊടുക്കുക. നിങ്ങൾ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച ആൾക്കാരാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി ഇവിടെ വരേണ്ടതാണ്. ഇനി കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് വേറെ ആണെങ്കിൽ അത് വേറെ കൊടുക്കുക. അല്ല സെയിം ആണെന്നുണ്ടെങ്കിൽ സെയിം ആസ് പെർമനൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി ഫില്ലാവും. പിന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID കൊടുക്കുന്നു. എക്കണോമിക്കലി വീക്കർ സെക്ഷനിൽ വരുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ യെസ് കൊടുക്കാം, ഇല്ലെങ്കിൽ നോ കൊടുക്കാം. യെസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ഓക്കെ, പിന്നെ അതാ നമ്മുടെ ഈ സൈഡിൽ ഡീറ്റെയിൽസ്. ഈ സൈഡിൽ നമ്മുടെ ഗ്രേസ് മാർക്സ്, നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടോ, യെസ് എങ്കിൽ യെസ് കൊടുക്കാം, ഇല്ലെങ്കിൽ നോ കൊടുക്കാം. യെസ് കൊടുത്താൽ സർട്ടിഫിക്കറ്റ്സ് കൊടുക്കണം. പിന്നെ ബോണസ് പോയിന്റ് ഡീറ്റെയിൽസ്, നിങ്ങൾക്ക് NCC സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ഉണ്ടോ, രാഷ്ട്രപതി രാജ്യപുരസ്കാരം കിട്ടിയിട്ടുണ്ടോ, സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റിലുള്ളതാണോ, ലിറ്റിൽ കൈറ്റ്സിൽ A ഗ്രേഡ് കിട്ടിയിട്ടുണ്ടോ, ഡിപ്പെൻഡൻ്റ് ഓഫ് ജവാനാണോ, എക്സ് സർവീസ് ജവാനാണോ, ഇതൊന്നും ഇല്ലെങ്കിൽ നണ്ണ് കൊടുക്കാം. പിന്നെ നമ്മുടെ പാർട്ടിസിപ്പേഷൻ ഇൻ സ്പോർട്സ്, സ്റ്റേറ്റ് ലെവലിലാണെങ്കിൽ എത്ര എണ്ണം, ഇനി ഡിസ്ട്രിക്ട് ലെവലിലാണ് പക്ഷേ സ്റ്റേറ്റ് ലെവലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എത്ര എണ്ണം, A ഗ്രേഡ് ആണോ B ഗ്രേഡ് ആണോ അതിനനുസരിച്ച് കൊടുക്കാം. ഇനി ജസ്റ്റ് പാർട്ടിസിപ്പേഷൻ മാത്രമാണെന്നുണ്ടെങ്കിൽ അത് എത്ര എണ്ണം, ഇവിടെ നമ്പറാണ് നമ്മൾ എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ NTSC ക്വാളിഫൈഡ് ആണോ, NMMS ക്വാളിഫൈഡ് ആണോ, USS LSS ക്വാളിഫൈഡ് ആണെങ്കിൽ ടിക്ക് കൊടുക്കുക, ഇല്ലെങ്കിൽ ക്രോസ് മാർക്ക് കൊടുക്കാം. പിന്നെ സയൻസ് ഫെയർ, മാത്സ് ഫെയർ അങ്ങനത്തെ സാധനങ്ങൾക്ക് നിങ്ങൾക്ക് ഗ്രേഡ് കിട്ടിയിട്ടുണ്ടോ, ഏത് ഗ്രേഡ് എത്ര എണ്ണം, നമ്പറാണ് ഇവിടെ എഴുതേണ്ടത്. A ഗ്രേഡ് ആണെങ്കിൽ എത്ര എണ്ണത്തിൽ A ഗ്രേഡ്, B ഗ്രേഡ് ആണെങ്കിൽ എത്ര എണ്ണത്തിൽ B ഗ്രേഡ്. പിന്നെ നമ്മുടെ ക്ലബ്ബ്, 2 ക്ലബ്ബേ നിങ്ങൾക്ക് മാക്സിമം കൊടുക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ ക്ലബ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഏതിനാണോ ടിക്ക് ഇടുന്നത് ആ ക്ലബ് സർട്ടിഫിക്കറ്റ് സ്കൂളിൽ നിന്ന് ഹെഡ് മാസ്റ്റർ അടുത്ത് നിന്ന് സംഘടിപ്പിക്കണം. പിന്നെ നമുക്കിതാ പാർട്ടിസിപ്പേഷൻ ഇൻ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ബട്ട് നോട്ട് അവോർഡഡ് രാഷ്ട്രപതിയിലെ രാജ്യപുരസ്കാരം. ഇവിടെ നമ്മൾ ഈ ടിക്ക് കൊടുക്കുന്നത് എന്താണ്, അവോർഡഡ് ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ കൊടുക്കുന്നത് രാഷ്ട്രപതി അല്ലെ രാജ്യപുരസ്കാരം കിട്ടിയവർക്കാണ്, അവർക്കേ ബോണസ് പോയിന്റ് ഉള്ളൂ. അതല്ല ജസ്റ്റ് പാർട്ടിസിപ്പേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ടിക്ക് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, സബ്മിറ്റ് കൊടുക്കുന്നു. അങ്ങനെ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് വരുന്നുണ്ടാകും,
യെസ്, ആ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വരുന്നത് നമ്മുടെ സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും കേട്ടോ. അതായത് നമ്മുടെ ഇത്രയും നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഏതൊക്കെ സ്കൂളിലാണ് നിങ്ങൾ, സ്കൂളും കോമ്പിനേഷനും ഇല്ല, അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെ ഇല്ല. പക്ഷേ മിസ് ആ നേരത്തെ ഫോമിൽ ഫില്ല് ചെയ്യുന്ന കാണിച്ചു തന്നില്ലേ, നമ്മുടെ സ്കൂളും കോഡും, ഇത് പ്രത്യേകം ശ്രദ്ധിച്ചു കൊടുക്കണം എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. സ്കൂളും കോഡും പ്രത്യേകം ശ്രദ്ധിച്ചു കൊടുക്കുക. യെസ്, പിന്നെ A+ൻ്റെ ഒരു സാധനവും കൂടെ വരേണ്ടതാണ് ഇവിടെ. അതിൻ്റെ പക്ഷേ സ്ക്രീൻഷോട്ട് മിസ്സിൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് കാണിക്കാത്തത്. ഓക്കെ, ഇവിടെ ഉണ്ടോ നോക്കട്ടെ. ഇവിടെ അതിൻ്റെ A+കൾ കാണിക്കാനുള്ളതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് മിസ്സിൻ്റെ കയ്യിലില്ല. അതാ ഇത്. പക്ഷേ അതിനുശേഷം നിങ്ങൾക്ക് ഇപ്പോൾ SSLC ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സംഭവമായിരിക്കും നിങ്ങൾക്ക് വരിക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് ലാംഗ്വേജ്, സെക്കൻഡ് ലാംഗ്വേജ്, നിങ്ങൾക്ക് ഏതാണോ ഗ്രേഡ് എന്നുള്ളത് അത് കൊടുക്കുക, സബ്മിറ്റ് കൊടുക്കുക. ഏതാണോ ഗ്രേഡ് അത് കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക കേട്ടോ. ഇവിടെ പിന്നീട് നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ വേറെ വർഷങ്ങളിൽ പാസ്സായുള്ളവർക്ക് അതിനനുസരിച്ചൊക്കെ ഓപ്ഷൻസ് ഉണ്ടാവും. അത് നിങ്ങൾ ഫസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളതിനനുസരിച്ചാണ്. നമ്മൾ ഫസ്റ്റ് ഡീറ്റെയിൽസിൽ തന്നെ ഫില്ല് ചെയ്യുന്നില്ലേ, നിങ്ങൾ SSLC ആണോ, ഈ വർഷം പാസ്സായവരാണോ, അതിന് മുന്നത്തെ വർഷം പാസ്സായവരാണോ, CBSE ആണോ, അതിനനുസരിച്ച് നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ടേബിൾ ആയിരിക്കും വരിക. ഇതിപ്പോൾ IHRD ആ സ്കീമിലുള്ളവർക്കാണ് ഇങ്ങനെ ഒരു ടേബിൾ വരും. CBSEക്ക് ആണെങ്കിൽ ഇങ്ങനൊരു ടേബിൾ, നിങ്ങൾക്ക് അവിടെ മാർക്കാണ് വരിക. ഇനി ICSEക്ക് ആണെങ്കിൽ ഇങ്ങനെ ഒരു ടേബിൾ ആയിരിക്കും വരിക. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ടേബിൾ ആയിരിക്കും ഉണ്ടാവുക, നിങ്ങൾ ഫസ്റ്റ് കൊടുക്കുന്ന ഡീറ്റെയിൽ അനുസരിച്ച്. അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ SSLC സ്കീമിലുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു ടേബിൾ വരും. നിങ്ങളുടെ A ഗ്രേഡ് കാര്യങ്ങൾ അവിടെ ഫില്ല് ചെയ്ത് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്കൂളും കോമ്പിനേഷനും കോഡും കൊടുക്കാനുള്ള ഓപ്ഷനാണ്. അവിടെയാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അത് ഓൾറെഡി എഴുതി വെച്ച് ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ അവിടെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുക. പ്രയോറിറ്റി ലിസ്റ്റ് അനുസരിച്ചൊക്കെ എഴുതിയതിന് ശേഷം മാത്രം ഫില്ല് ചെയ്യുക. അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെ ഇല്ല. ഇത് പ്രോസ്പെക്ടസിലുള്ളതാണ് മിസ് കാണിക്കണേ. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് മിസ് അത് കാണിക്കാത്തത്. പക്ഷെ ഇത് ഏകദേശം ഇതേപോലെ തന്നെയാണ് വരിക. ഈ സെയിം സാധനം തന്നെയാണ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വരിക. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം തന്നെ നമ്മൾ ഏത് സ്കൂളാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്, ഏത് കോമ്പിനേഷൻ കോഡാണ്, ഏത് കോഴ്സാണ്, അതിൻ്റെ കോഡ് നോക്കി വെച്ചിട്ടുണ്ടായിരിക്കണം. അത് പ്രയോറിറ്റി ലിസ്റ്റിൽ എഴുതിയിട്ടുണ്ടായിരിക്കണം. ഈ നമ്പേഴ്സ് ഇപ്പോൾ ഇവിടെ 46ഉം 66ഉം ആണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ തന്നെ നമ്മുടെ പ്രയോറിറ്റി മാറി. അപ്പോൾ അത് ശ്രദ്ധിച്ച് തന്നെ കൊടുക്കാം. ഓക്കെ, നമുക്ക് പക്ഷേ ഒരു 20ഓളം ലിസ്റ്റ് കൊടുക്കാമെന്ന് കരുതിയിട്ട് നമുക്ക് പോകാൻ പറ്റാത്ത ഏതെങ്കിലും സ്കൂളുകളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാൻ സെലക്ട് ചെയ്തപ്പോൾ ഞാൻ കോഴിക്കോടുള്ള എൻ്റെ പരിധിയിലുള്ള സ്കൂളുകൾ മാത്രമാണ് സെലക്ട് ചെയ്തത്. അപ്പം നിങ്ങൾക്ക് പോകാൻ പറ്റുമോ എന്ന് കൂടെ നോക്കിയിട്ട് അത് ഫില്ല് ചെയ്യാം. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഇത്രയുമാണ് നമ്മുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യേണ്ട ഡീറ്റെയിൽസ് വരുന്നത്. വേറെ എന്തെങ്കിലും സംശയങ്ങൾ എൻ്റെ കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക മക്കളെ. ബസ് ആ കമൻറ്റ് സെക്ഷനിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നുണ്ടാകും. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ പറയാൻ. അപ്പോൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമൊക്കെ ഫില്ല് ചെയ്യാം. ജൂൺ 3 വരെ സമയമുണ്ട്. ധൃതി കൂട്ടി തെറ്റ് പറ്റിക്കരുത്. ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം നമ്മൾക്ക് മാത്രമാണ്. ഇനിയിപ്പോൾ തെറ്റിപ്പോയി കഴിഞ്ഞാലും അത് ബാധിക്കുന്നത് നമ്മളെയാണ്. അപ്പം പ്രത്യേകം ശ്രദ്ധിച്ച് തന്നെ ഫില്ല് ചെയ്യുക. നിങ്ങൾ അക്ഷയ സെൻറ്റേഴ്സിലെ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുന്നവരാണെങ്കിൽ അവർ വിളിച്ചിട്ടൊന്ന് പറയണം, ഇത് ഫില്ല് ചെയ്യുന്ന സമയത്ത് എന്നെ കൂടി ഒന്ന് വിളിക്കണം എന്നുള്ളത്. കാരണം നിങ്ങൾക്ക് മോണിറ്റർ ചെക്ക് ചെയ്ത് ഒരു പ്രൂഫ് റീഡിങ് ചെയ്യാൻ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കാം. നമ്മുടെ ഫ്യൂച്ചറിൻ്റെ കാര്യമാണ്. ഓക്കെ, ഇനി നിങ്ങൾ സയൻസ് എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സാം വിന്നറിൻ്റെ കൂടെ, മിസ്സിൻ്റെ കൂടെ, അലക്സാറിൻ്റെ കൂടെ, അലൻസാറിൻ്റെ കൂടെ ഒക്കെ പഠിക്കാൻ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നമുക്കൊക്കെ മെസ്സേജ് ചെയ്യാം, നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. താങ്ക് യു.